Hey guys, welcome to yet another episode of Beat and Bite. ഇന്ന് കുറച്ച് പഴയ കാലത്തോട്ട് പോകാം അല്ലേ? പഴയ തലമുറയ്ക്ക് ഒത്തിരി സുപരിചിതവും എന്നാൽ പുതിയ തലമുറ പതിയെ മറന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു പയർവർഗ്ഗമാണ് തുമരയ്ക്ക. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ വിളവെടുത്തത് കേട്ടോ. പഴയ കാലത്തെ പോലെ എങ്ങനെ കറി വെക്കുന്നതെന്ന് അമ്മച്ചിയോട് തന്നെ ചോദിച്ചാലോ? തുമരയ്ക്ക എങ്ങനെയാ അമ്മച്ചി കറി വെക്കുന്നത്? നമ്മുടെ കുക്കറിനകത്തോട്ടേ നേരത്തെ കഷ്ടി വെള്ളവും വെച്ചിട്ട് അടുത്തോട്ട് വെക്കും. ഒരു വിസിൽ അടിക്കും വേവും. അന്നേരം നേരത്തെ ഉപ്പൊഴിച്ചാൽ വേവില്ല, നേരത്തെ ഉപ്പൊഴിക്കണം. അങ്ങനെ വെന്ത് വന്നിച്ചിട്ട് തേങ്ങ, കാന്താരിമുളക്, പെരിഞ്ജീരകം, മഞ്ഞള്, ഇച്ചിരി മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒതുക്കി ചാറ് പോലെ അടിക്കില്ല, എന്നാലും ഒരുമാതിരി നടിച്ചെടുക്കും. എന്നിട്ട് ചീഞ്ചട്ടി അടുപ്പ് വെച്ച് കടുക് കൊടുത്തിട്ട് അതിനകത്തോട്ട് ഈ അരപ്പിടും. അരപ്പിട്ടിട്ട് ഉടനെ തന്നെ ഇതും കൂടെ ഉപ്പും ചേർത്തും കൂടെ കൂടാതെ വെച്ച് തിളച്ച് പറ്റി കഴിയുമ്പോൾ തുമരയ്ക്കാക്കറി ഇതിനോട്ട് പിന്നെ ഇതുണ്ടെങ്കിൽ കൊള്ളാം, കൂർക്കുണ്ടെങ്കിൽ ഈ കുറി ഇടാൻ കൊള്ളാം. ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടില്ലേ? ബാക്കി വഴിയെ പറയാട്ടോ. അങ്ങനെ രണ്ടുപേരുടെ കൊച്ചുവർത്താനങ്ങളൊക്കെ പറഞ്ഞ് തോരയ്ക്ക പൊടിച്ചെടുത്തു. അമ്മച്ചി പറഞ്ഞ പോലെ തോരപ്പരിപ്പ് കുക്കറിലിട്ട് അത് നികയ്ക്ക വെള്ളം ഒഴിച്ച് സ്റ്റവ് വെച്ച് ഒരു വിസിലടിക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. ഉപ്പ് ചേർക്കണ്ട കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് അരിപ്പിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ, കാന്താരി, പെരുംജീരകം, മഞ്ഞൾ, മല്ലിപ്പൊടി, ഉപ്പ്, ഉള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് അധികം അരഞ്ഞു പോവാതെ അരച്ചെടുക്കണം. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുകുവറ ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് ചുവന്നുള്ളിയുടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റും. പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. മിക്സിക്കകത്തെ അരപ്പ് മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തോടെ ചേർത്ത് ഒന്ന് കറക്കിയെടുക്കുക. അവസാനമായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന തുവരപ്പരിപ്പോടെ ചേർത്ത് 2 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും തുവരക്കറി റെഡി. ഇനി ചോറ് കൂട്ടി ഒരു പിടി പിടിച്ചാൽ ഉഷാറായിരിക്കണം. വേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.